for Super Impact. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ്. മെറിറ്റ് സീറ്റ് അട്ടിമറിച്ച കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അനുവദിച്ച 30 സീറ്റും ആരോഗ്യവകുപ്പ് റദ്ദാക്കി. മെറിറ്റ് സീറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. വാളകം മേഴ്സി കോളേജിന് നഴ്സിംഗ് കൗൺസിൽ സീറ്റ് അനുവദിക്കാൻ നടത്തിയ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ ഒടുവിൽ സർക്കാർ തിരുത്തി. നവംബർ 27-ന് മേഴ്സിക്ക് 30 സീറ്റ് അനുവദിക്കുകയും മെറിറ്റ് അട്ടിമറിച്ച് മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് 30-ന് തന്നെ അഡ്മിഷൻ നടത്തുകയും ചെയ്തു. മെറിറ്റിലെ 15 വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അവസരം അങ്ങനെ മാനേജ്മെന്റ് തട്ടിയെടുത്തു. എന്നാൽ ക്രമവിരുദ്ധ ഇടപെടലുകൾ അക്കമിട്ട് 24 നിരത്തി. ഒടുവിൽ മേഴ്സി കോളേജിന് നഴ്സിംഗ് കൗൺസിൽ അനുവദിച്ച 30 സീറ്റും സർക്കാർ റദ്ദാക്കി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടേതാണ് തീരുമാനം. മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയത് ഈ ഉത്തരവോടെ അസാധുവായി. നഴ്സിംഗ് കൗൺസിൽ പരിശോധനാ സമയം രോഗികളായി പുവർ ഹോമിലെ അന്തേവാസികളെ ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിൽ മേഴ്സി കോളേജിനെതിരായ അന്വേഷണത്തിന് ഹൈക്കോടതി 2023-ൽ ഉത്തരവിട്ടിരുന്നു. ഇതിൽ സാമൂഹ്യനീതി വകുപ്പ് അന്വേഷണം തീരുമാനിച്ചു. എന്നാൽ ഈ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനാൽ 30 സീറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. അനുവദിച്ചാലും 30 സീറ്റിൽ 15-ൽ മെറിറ്റിൽ അഡ്മിഷൻ നടത്തണമെന്നാണ് നിയമമെന്നും ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് അയച്ച കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 30 സീറ്റ് റദ്ദാക്കിയതുകൊണ്ട് മാത്രം ആരോഗ്യവകുപ്പിന് കൈകഴുകാനാകില്ല. ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ക്രമവിരുദ്ധ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടതുണ്ട്. ഒപ്പം അയ്യപ്പ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്നും ആരോഗ്യവകുപ്പ് മറുപടി പറയേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.